മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വീണ്ടും കാട്ടാനകൾ. ആനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കല്ലാറിൽ മാലിന്യ പ്ലാന്റിലാണ് വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ആനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇത് ആനയുടെ ആരോഗ്യനിലയെ പോലും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണല്ലോ. കൂടുതൽ വിവരങ്ങൾ സുബിൻ. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ മൂന്നാറിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മുമ്പ് ഇത്തരത്തിൽ കൂട്ടത്തോടുകൂടി അല്ലെങ്കിൽ സ്ഥിരമായ ഒരു കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന പ്രദേശമല്ല. ഈ പടയപ്പ് ഉൾപ്പെടെയുള്ള ആനകൾ പലപ്പോഴും എത്തി ഈ പ്രദേശത്ത് കുറെ സമയം ശേഷം മടങ്ങുകയാണ് ചെയ്തിരുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു കാട്ടാന കൂട്ടം സ്ഥിരമായി ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തുന്ന ഒരു സാഹചര്യം പറഞ്ഞത്. കഴിഞ്ഞ 4 ദിവസമായി ഈ കാട്ടാനകൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തുന്നുണ്ട്. പ്രധാനമായും ഈ മാങ്കുളം മേഖലയിൽ നിന്ന് കയറി വരുന്ന പുതിയ ആനകൾ, അതായത് ലക്ഷ്മി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കയറി വരുന്ന പുതിയ ആനകളാണ് ഈ ഒരു കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തി ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ആന ഭക്ഷിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ആശങ്കയിലാണ്. ഈ മാലിന്യ പ്ലാന്റിൽ 6,00,000 തൊഴിലാളികൾ സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. ഈ പലപ്പോഴും ഈ കാട്ടാനകൾ എത്തുകയും ഈ മാലിന്യ പ്ലാന്റിനുള്ളിലേക്ക് ഈ കാട്ടാനകൾ കടക്കുകയും ചെയ്യുന്നത് കൊണ്ട് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത ഒരു ആശങ്കയാണ് തൊഴിലാളികൾക്കുള്ളത്. ഈ ജോലി ചെയ്യുന്ന സമയത്ത് പോലും കാട്ടാൻ എത്തുമ്പോൾ ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കല്ലാർ മാലിന്യ പ്ലാന്റ് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ പ്ലാന്റിൽ ആന കയറാതിരിക്കാനുള്ള അടിയന്തര നടപടി എന്തെങ്കിലും സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആവശ്യം. ഈ സ്ഥിരമായി ഒറ്റക്കൊമ്പൻ അതുപോലെ തന്നെ പടയപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോൾ സ്ഥിരമായി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ മാലിന്യ പ്ലാന്റിൽ നിന്ന് ആനകളെ മാറ്റാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ആനകൾ ഈ മാലിന്യ പ്ലാന്റിൽ കയറാതിരിക്കാനുള്ള ഒരു അടിയന്തര ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. മൂന്നാറിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് വീണ്ടും കാട്ടാനകൾ ഇറങ്ങുന്നത്. ആനകൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളും നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഈ ആനകൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരിസ്ഥിതിക വിഷയങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്.